നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം ഖിദർ നബിയോടുകൂടെ യാത്ര പോയ ചരിത്രം സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗം അല്ലാഹു വിവരിക്കുന്നു. ലദുന്നിയായ അറിവ് പുസ്തകങ്ങളിലോ ഇൻഫോർമേഷന്റെ സോഴ്സുകളിൽ നിന്നോ കിട്ടേണ്ടതിന് പകരം അള്ളാഹു നേരിട്ട് ഹൃദയവിശുദ്ധിയുള്ള ആളുകളുടെ കൽബിലേക്ക് എറിഞ്ഞു കൊടുക്കുന്ന ഒരു തരം ഇൽമുണ്ട് എന്ന് മൂസ നബിയെ പഠിപ്പിക്കാൻ അള്ളാഹു മൂസ നബിയോട് ചെയ്യാൻ പറഞ്ഞ യാത്ര ഖിദർ നബി അലൈഹിസ്സലാമിന്റെ കൂടെ ഇന്നത്തെ ഷർമു ഷെയ്ഖിന്റെ ഭാഗത്ത്, മജ്മഉൽ ബഹ്റൈനിന്റെ ഭാഗത്ത്, ഈജിപ്തിന്റെ ഭാഗമായ ആ ഒരിടത്ത് മൂസാ നബി അലൈഹിസ്സലാമിനോട് ഖിദർ നബി അന്വേഷിക്കാൻ പറഞ്ഞ് കൂടെ കൊണ്ടുപോയ യാത്രയുടെ വിശദീകരണം, ആ ചരിത്രം നമുക്ക് അറിയുന്നതാണ്. മൂസാ നബി അലൈഹിസ്സലാമിനോട് ഖിദർ നബി പറഞ്ഞത്, എന്നോടൊന്നും ചോദിക്കരുത്, അതിന്റെ വിവരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഞാൻ ചെയ്യുന്നതിനെ നിങ്ങൾ ആ സമയത്ത് എന്നോട് നിങ്ങൾ ചോദിക്കരുത്, പിന്നീട് ഞാൻ പറഞ്ഞു തരും. അങ്ങനെ ഒരു വിവരം കൊടുത്തിട്ടും ക്ഷമ പാലിക്കാൻ കഴിയാതെ ഖിദർ നബി അലൈഹിസ്സലാം ചെയ്ത പലതും മഹാനായ മൂസ നബിക്ക് ഇഷ്ടപ്പെടാതെ വന്നപ്പോൾ മൂസാ നബിക്ക് പറയേണ്ടി വന്നു. ഖാല ലാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലാ തുആഖിദ്നി ബിമാ നസീതു വലാ തുർഹിഖ്നി മിൻ അംരി ഉസ്റാ. ഖിദർ നബിയെ, മറന്നുപോയി കേട്ടോ, മറന്നുപോയി. ലാ തുആഖിദ്നി ബിമാ നസീത്, മറന്നുപോയതിന് നിങ്ങൾ എന്നെ ശിക്ഷിക്കരുത്. മറവിക്ക് ശിക്ഷിക്കാൻ പാടില്ല, മറന്നുപോയി. ലാ തുആഖിദ്നി ബിമാ നസീത്. എന്നിട്ട് മൂസ നബി അങ്ങോട്ട് പറഞ്ഞു, ഖാല ഇൻ സഅൽതുക അൻ ശൈഇൻ ബഅദഹാ ഫലാ തുസാഹിബ്നി ഖദ് ബലഗ്ത മിൻ ലദുന്നി ഉദ്റാ. കപ്പൽ പൊളിച്ചപ്പോ മൂസാ നബി പറഞ്ഞു, എന്തിനാ ഇത് ചെയ്തത്? ഒരു കുട്ടിയെ കൊന്നുകളഞ്ഞപ്പോ ചോദിച്ചു, എന്തിനാ നിങ്ങളിത് ചെയ്തത്? എന്നിട്ട് മൂസ നബിയോട് ഖിദർ നബി, ഞാൻ പറഞ്ഞില്ലായിരുന്നോ ചോദിക്കരുത് എന്ന്? മൂസ നബി അങ്ങോട്ട്, ഖിദർ നബിയെ, ഇനി എങ്ങാനും ഇത് കഴിഞ്ഞ് ഞാൻ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഫലാ തുസാഹിബിനി, നിങ്ങൾ എന്നെ കൂടെ കൂട്ടരുത്. ഫലാ തുസാഹിബിനി ഖദ് ബലഗ്ത മിൻ ലദുന്നി ഉദ്റാ. ഒരു എക്സ്ക്യൂസ് എനിക്ക് തന്നൂടെ, ഒരു എക്സ്ക്യൂസ് എനിക്ക് തന്നുകൂടെ എന്ന് തനിക്ക് പറ്റിയ തെറ്റിനെ സമ്മതിച്ചു നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം. അതൊരു ക്വാളിറ്റിയാണ്. തെറ്റുപറ്റി എന്ന് പറയുന്നത് സമ്മതിക്കുന്ന ക്വാളിറ്റിയാണ്. ഓസ്ട്രേലിയക്കാരനായൊരു ചെറുപ്പക്കാരൻ, ഒരു മുസ്ലിം, അദ്ദേഹത്തിൻ്റെ ചില വീഡിയോ ഉണ്ട്. അതിൻ്റെ പേര് തന്നെ സോറി എന്നാണ്. സോറി എന്ന് പറയില്ല, ഐ എം സോറി ആൻ ഇസ്ലാമിക് വീഡിയോ എന്നോ ഇസ്ലാമിക് ഷോർട്ട് ഫിലിം എന്നോ അടിച്ചാൽ യൂട്യൂബിൽ കിട്ടും. ഇതൊരു ക്വാളിറ്റിയാണ് സോറി എന്ന് പറയുന്നത്. ഐ എം സോറി, എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്, എനിക്ക് പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റിയാണ്. അത് വലിയവരും ചെറിയവരും പണ്ഡിതരും പാമരരും നേതാക്കളും ഭരണകർത്താക്കളും ഒക്കെ പറയാറുണ്ട്, എന്നാൽ പറയാത്തവരുമുണ്ട്. അത് പറയുന്നതൊരു ക്വാളിറ്റിയാണ്. മൂസ നബി അലൈഹിസ്സലാം അങ്ങനെ. സയ്യിദുന ഈസ നബിയുടെ മനോഹരമായൊരു സംഭവമുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിൽ ഹദീസുണ്ട്. പുണ്യ നബി തങ്ങൾ പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈസാ നബി അലൈഹിസ്സലാം റഅ ഈസ ഇബ്നു മറിയം റജുലൻ യസ്രിഖ്. ഇത് വളരെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവമാണ്. ഒരാൾ മോഷണം ചെയ്യുന്നത് ആര് കണ്ടു? നബിയുല്ലാഹി ഈസ അലൈഹിസ്സലാം. ഒരാൾ മോഷ്ടിക്കുകയാണ്, അത് കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടു. ആര്? പ്രവാചകനായ അള്ളാഹുവിന്റെ കലിമത്തും റൂഹുമായ നബിയുല്ലാഹി ഈസ ഇബ്നു മറിയം അലൈഹിമുസ്സലാം. അപ്പോൾ ഈസ നബി ചോദിച്ചു, അസ്റഖത, നിങ്ങൾ മോഷ്ടിച്ചോ? അപ്പോൾ മോഷ്ടിച്ച ആള്, ഖല്ലാ വല്ലാഹി അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു, അള്ളാഹുവിനെ തന്നെയാണ് സത്യം. ഏതൊരു പടച്ചവനെയാണോ നമ്മൾ ആരാധിക്കുന്നത് ആ റബ്ബിനെ തന്നെയാണ് സത്യം. മാ സറഖ്തു, ഞാൻ മോഷ്ടിച്ചിട്ടില്ല. ഈസാ നബി ഇത് കണ്ടുകൊണ്ട് കണ്ടതാണ് അയാൾ മോഷ്ടിക്കുന്നത്. മോഷ്ടിച്ചോ എന്ന് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു, അള്ളാഹുവിനെ സത്യം ചെയ്തു പറഞ്ഞു, ഖല്ലാ വല്ലാഹി അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു മാ സറഖ്ത്, അള്ളാഹുവിനെ തന്നെയാണ് സത്യം. ഏതൊരു പടച്ചവനെയാണോ നമ്മൾ ആരാധിക്കുന്നത് ആ റബ്ബിനെ തന്നെയാണ് സത്യം, ഞാൻ മോഷ്ടിച്ചിട്ടില്ല. അപ്പൊ ഈസാ നബിയുടെ മറുപടി, ആമൻതു ബില്ലാഹി വകദ്ദബ്തു ഐനി, ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചു, ഞാൻ എൻ്റെ കണ്ണിനെ കളവാക്കി, എൻ്റെ കണ്ണ് കണ്ടത് സത്യമല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാം അതിന് മറുപടിയും കൊടുത്തു. എന്നാ ഞാൻ കണ്ടത് തെറ്റായിരിക്കും, എൻ്റെ കണ്ണ് പിഴച്ചതായിരിക്കും എന്ന് പറയൂലേ. ആമൻതു ബില്ലാഹി വല്ലാഹി അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു
അള്ളാഹുവിന്റെ നാമം വെച്ച് അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു, by God who there is no deity besides him, അള്ളാഹു അവനല്ലാതെ മറ്റൊരു ആരാധ്യനില്ല, അങ്ങനത്തെ പടച്ചവൻ, ആ റബ്ബിനെ തന്നെയാണ് സത്യം. ഇവരൊക്കെ പറയുമ്പോൾ പേടിച്ചു പോയി നബിയുല്ലാഹി ഈസാ അലൈഹി സ്വലാം. കുഴപ്പമില്ല, ആമൻതു ബില്ലാഹ്, ഞാനും ഒരു മുസ്ലിമാണ്, മുഅ്മിനാണ്. പിന്നെ ഞാൻ കണ്ടത്, എൻ്റെ കണ്ണാണ് കളവ് പറഞ്ഞത്, എൻ്റെ കണ്ണ് കളവ് പറഞ്ഞു, നീ കളവ് പറഞ്ഞിട്ടില്ല. കാരണം അള്ളാഹിനെ വെച്ച് സത്യം ചെയ്യുന്ന ഒരു മനുഷ്യൻ നുണ പറയൂലല്ലോ. നബിയുല്ലാഹി ഈസാ അലൈഹി സ്വലാം സ്വന്തത്തെ കുറ്റപ്പെടുത്തിയെന്ന അല്ലെങ്കിൽ എൻ്റെ കണ്ണിനെയാണ് ഞാൻ കളവാക്കുന്നത്, എൻ്റെ കണ്ണ് പറഞ്ഞതാണ് നുണ, നീ പറഞ്ഞ നുണയല്ല കേട്ടോ എന്ന് നബിയുല്ലാഹി ഈസാ അലൈഹി സ്വലാം. ഈ ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും. ഈ ഹദീസിനെ മഹാന്മാർ വ്യാഖ്യാനിച്ചു. എന്താണ് ഈസാ നബി അങ്ങനെ പറയാൻ കാരണം? അപ്പോൾ ഈസാ നബി അലൈഹിസ്സലാം ആ മോഷണം ചെയ്ത ആളുടെ മോഷണത്തെ വ്യാഖ്യാനിച്ചു. ഒന്നുകിൽ അത് അയാളുടെ തന്നെ ഷോപ്പായിരിക്കും, ഒന്നുകിൽ ദാരിദ്ര്യം കൊണ്ട് ചെയ്തതായിരിക്കും, അല്ലെങ്കിൽ അറിയാതെ പറ്റിപ്പോയതായിരിക്കും, അല്ലെങ്കിൽ അയാൾ അവിടെ കൊണ്ടൊന്ന് ഒളിപ്പിച്ചു വെച്ച അയാളുടെ ഒരു സൂക്ഷിപ്പ് സ്വത്ത് എടുക്കാൻ വന്നതായിരിക്കും. കാണുമ്പോൾ ഇതൊക്കെ മോഷണമെന്നാ തോന്നുക അല്ലേ? സ്വന്തം ഷോപ്പ് പാതിരാക്കി എല്ലാവരും ഷോപ്പ് അടച്ചു പോയി, ഒരു പുലർച്ചെ 2 മണിക്ക് 3 മണിക്ക് ഷട്ടർ തുറന്നിട്ട് സ്വന്തം ഷോപ്പിൽ നിന്ന് എന്തെങ്കിലും എടുത്തു പോരുകയാണെങ്കിലും കാണുന്നൊരു വിചാരിക്കുക, ആ കള്ളം കയറിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ കയറിയത് സ്വന്തം ഉടമസ്ഥനായിരിക്കും. ഈസാ നബി പറയാണ്, എൻ്റെ കണ്ണാണ് കളവ് പറഞ്ഞത്, ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചു കേട്ടോ എന്ന്. അങ്ങനെ ഒരു സത്യം ചെയ്ത് പറഞ്ഞപ്പോ ഈസാ നബി അലൈഹി സ്വലാം എനിക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് പ്രവാചകന്മാരുടെ ചര്യയാണ്. തെറ്റുകൾ സമ്മതിക്കുന്നത് ഒരു ന്യൂനതയല്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹഖ്. أنزلنا إليك الكتاب بالحق لتحكم بين الناس بما أراك الله ولا تكن للخائنين خصيما. പ്രവാചകരെ, അള്ളാഹുവിൻ്റെ ദൂതരെ, അള്ളാഹു നിങ്ങൾക്ക് ന്യായപ്രമാണമായ വിശുദ്ധ ഖുർആൻ ഇറക്കി തന്നു. ബിൽ ഹഖ്, അത് സത്യമാണ്, അത് ന്യായമാണ്, അത് പ്രമാണമാണ്. എന്തിന്? ലിതഹ്കുമ ബൈനന്നാസി ബിമാ അറാകല്ലാഹ്. അള്ളാഹു അങ്ങയെ പഠിപ്പിച്ചതനുസരിച്ച് ജനങ്ങളിൽ വിധി പറയാൻ വേണ്ടിയാണ് ഖുർആൻ. ഖുർആൻ ന്യായ പുസ്തകമാണ്, ഖുർആൻ ന്യായമാണ്, സത്യമാണ്. അതുകൊണ്ട് വലാ തകുൻ ലിൽ ഖായിനീന ഖസീമാ. നബിയെ, വഞ്ചന ചെയ്യുന്ന ആളുകളുടെ കൂടെ, അവരുടെ കൂടെ പാർട്ട്ണർഷിപ്പ് ചെയ്യരുതേ നബിയെ, അവരുടെ കൂടെ കൂടരുത്. അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കണമേ. ഇന്നല്ലാഹ കാന ഗഫൂറർ റഹീമാ. അള്ളാഹു മാപ്പ് തരുന്നവനാണ്, കരുണ ചെയ്യുന്നവനാണ്. ولا تجادل عن الذين يختانون أنفسهم. സ്വന്തം ശരീരങ്ങളോട് വഞ്ചന ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി നബിയെ അങ്ങ് വാദിക്കരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന ഖവ്വാനൻ അസീമാ. തിന്മകൾ ചെയ്യുന്ന, വഞ്ചന ചെയ്യുന്ന ആളുകളെ അള്ളാഹുവിന് ഇഷ്ടമല്ല നബിയെ. അതുകൊണ്ട് അവരോട് ഒരിക്കലും സമരസപ്പെട്ടു പോകുന്നതും ശരിയല്ല. തിന്മകളെ തിന്മകളായിട്ടും തിന്മകളെ തിന്മകളായിട്ട് തന്നെ അങ്ങ് കാണണം. തിന്മ ചെയ്യുന്ന ആരോടും അങ്ങ് സമരസപ്പെടരുത്. തിന്മകളോട് ഒരിക്കലും കോംപ്രമൈസ് ഇല്ല എന്ന് തന്നെയാ നബി തങ്ങളെ ഖുർആൻ പഠിപ്പിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹബീബായ നബി തങ്ങളോട് അല്ലാഹു പാപമോചനം ചോദിക്കാൻ പറഞ്ഞു. വസ്തഗ്ഫിരില്ലാഹ്. തങ്ങൾ പാപങ്ങൾ ഇല്ലാത്തവരാണ്, തങ്ങൾ മഅസൂമാണ്, പാപസുരക്ഷിതരാണ്, പ്രൊട്ടക്റ്റഡ് ഫ്രം സിൻസ്. മഅസൂം എന്ന വാക്കിനർത്ഥം അതാ, ഒരു തെറ്റും അവർ ചെയ്യൂല. ലാ ഖബ്ല നുബുവ്വത്തി വലാ ബഅദ. പ്രവാചകത്വത്തിന്റെ മുമ്പോ ശേഷമോ അമ്പിയാക്കന്മാരിൽ തെറ്റ് സംഭവിക്കൂല എന്നാ. അങ്ങനത്തെ നബിയോട് വസ്തഗ്ഫിരില്ലാഹ്, മാപ്പ് ചോദിക്കണേ റബ്ബിനോട്. ഇന്നല്ലാഹ കാന ഗഫൂറർ റഹീമാ. അത് നമ്മളോടുകൂടെയുള്ള ആജ്ഞയാണ്. ഹബീബായ നബി തങ്ങൾ യുദ്ധത്തിന്റെ മുതല് ഓഹരി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ, ദുൽ ഖുവൈസിറ എന്ന് പറയുന്ന മനുഷ്യൻ നബി തങ്ങളോട് വന്ന് പറഞ്ഞുവല്ലോ, റസൂലുള്ളാഹി തങ്ങളോട്, അന്നഹാ ഖിസ്മത്തുൻ മാ ഉരീദ ബിഹാ വജ്ഹുല്ലാഹ്.
പുണ്യനബി ഓഹരി വെച്ച് കൊടുത്തപ്പോൾ ചില ആളുകൾക്ക് ഏറെ കൊടുത്തു, ചിലക്ക് ഇച്ചിരി കുറഞ്ഞുപോയി. ആ പൈസ വരുമ്പോഴാണല്ലോ പ്രശ്നമാവുക. പൈസയ്ക്ക് വേണ്ടിയല്ലേ പിണക്കങ്ങൾ ഉണ്ടാകുന്നത്, കാശിന് വേണ്ടിയല്ലേ അടിയും പിടിയും കൊലപാതകം വരെ നടക്കുന്നത്. പുണ്യനബി യുദ്ധത്തിന്റെ മുതലുകൾ ഓഹരി വെച്ച് കൊടുക്കുമ്പോ അള്ളാന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് കൊടുത്തതല്ല ഇത് എന്ന് നിബിതങ്ങൾ കൊടുത്തതിനെ കുറിച്ച് പരാതി പറഞ്ഞപ്പോ അള്ളാന്റെ റസൂൽ എന്താ പറഞ്ഞത്? അയാളെ പോയി അറസ്റ്റ് ചെയ്യുന്ന പറഞ്ഞത്. ഹബീബായ നിബിതങ്ങളോടെ പറഞ്ഞത്, തങ്ങള് ഈ ചെയ്ത് ശരിയല്ല, ദിസ് ഈസ് ആൻ അൺജസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ, അങ്ങ് ചെയ്തത് അനീതിയാണ്, ശരിയായിട്ടില്ല, ഫെയർ ആയിട്ടില്ല, ഇറ്റ്സ് നോട്ട് ഫെയർ. പുണ്യ നബിയോടായി പറയുന്നത്. സ്വഹാബിമാർ ആ മനുഷ്യനെ പിടിച്ചു കെട്ടാൻ നോക്കിയപ്പോൾ തങ്ങൾ ഒന്നും ചെയ്യണ്ടെന്നാ പറഞ്ഞു. ആ മനുഷ്യനെ അടിക്കാൻ പറഞ്ഞു, ജയിലടക്കാൻ പറഞ്ഞു, കൊല ചെയ്യാൻ വേണ്ടി പറഞ്ഞു. തങ്ങൾ ഒരൊറ്റ വാക്കാ പറഞ്ഞത്. എന്താ പറഞ്ഞത്? റഹിമല്ലാഹു അഖീ മൂസ, പ്രവാചകനായിരുന്ന മൂസ നബി അലൈഹിസ്സലാം എന്റെ പ്രവാചക സഹോദരനാണ്, എന്റെ സഹോദരൻ മൂസ നബി, അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ലഖദ് സ്വബറ അലാ അശദ്ദ മിൻ ഹാദാ, ഇതിനേക്കാളും പ്രയാസകരമായ വാക്കുകൾ സ്വന്തം അനുയായികളുടെ വായിൽ നിന്ന് കേൾക്കേണ്ടി വന്ന നബിയാണ് മൂസ നബി. എന്നിട്ടും പ്രവാചകൻ മൂസ നബി ക്ഷമിച്ചില്ലയോ? എന്റെ സഹോദരൻ മൂസ നബിക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ, എന്റെ പ്രവാചകൻ, എന്റെ സഹോദരനായ മൂസ നബി എന്നെക്കാളും സഹിച്ചവരാണ്. ആ വാക്കുകളെ കൊണ്ട് നബി തങ്ങളത് സ്വീകരിച്ചു. പറയുമ്പോൾ ആ പറഞ്ഞ വാക്ക് നിരർത്ഥകമാണ്, ബേസ്ലെസ് അക്യൂസേഷൻ. എന്നിട്ട് പോലും നബി തങ്ങൾ ആ മനുഷ്യനെതിരെ ഒന്നും പറഞ്ഞില്ല, അയാളെ ഒരു ശിക്ഷയ്ക്കും വിധിച്ചില്ല. നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി തങ്ങൾ മറ്റൊരു സംഭവം പറയട്ടെ. ഉസാമത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ നബി തങ്ങൾ സൈന്യത്തിന്റെ കൂടെ പറഞ്ഞേക്കുമ്പോൾ ആഖിറു ബഅസത്തിൻ ബഅസഹാ റസൂലുള്ളാഹ്, പുണ്യ നബിയുടെ ജീവിതകാലത്ത് നടന്ന ദ ലാസ്റ്റ് എക്സ്പെഡിഷൻ, ആ യാത്രയിൽ നേതാവായി നബി തങ്ങൾ പ്രഖ്യാപിച്ചത് ഉസാമത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെയാണ്. ആ സൈന്യം പോകുന്നതിന്റെ മുമ്പ് നബി തങ്ങൾ വഫാത്തായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തപ്പോൾ ദ ഫസ്റ്റ് മിഷൻ, മഹാനവറുകൾ ആദ്യം ചെയ്ത മഹാനവറുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് തങ്ങൾ തയ്യാർ ചെയ്ത ആ സൈന്യത്തെ റോമിന്റെ ഭാഗത്തേക്ക് പറഞ്ഞേക്കുക ചെയ്തു. അതിന്റെ നേതാവ് ആരാന്നറിയോ? 17 വയസ്സുണ്ടായിരുന്ന ഉസാമത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു. 17 വയസ്സ്, കറുകറുത്ത സ്വഹാബിയാണ്. വാപ്പയാണെങ്കിലോ യൂറോപ്പുകാരനെ പോലെ വെറുവെളുത്ത സ്വഹാബിയാണ് സയ്യിദ് ഇബ്നു ഹാരിസ. രണ്ടുപേരും നബി തങ്ങൾക്ക് മഹബൂബികളായ സ്വഹാബിമാരാണ്. സയ്യിദ് ഇബ്നു ഹാരിസ തങ്ങളുടെ മോനാണ് ഉസാമത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു. മഹാനവറുകളെ നേതാവാക്കിയപ്പോ ചില സ്വഹാബിമാർക്ക് പ്രശ്നമായി. 17 വയസ്സുള്ള ചെറുക്കൻ എങ്ങനെ നേതാവാക്കുക? ഇതിൽ മുതിർന്ന 50, 60, 70 കഴിഞ്ഞ മുതിർന്നവർ കൂട്ടത്തിലുണ്ടല്ലോ എന്ന് നബി തങ്ങളോട് വന്ന് പരാതി പറഞ്ഞു. അക്കൂട്ടത്തിൽ അയ്യാഷ് ഇബ്നു അബീ റബീഅത്തുൽ മഖ്സൂമി റളിയല്ലാഹു അൻഹു. അയ്യാഷ് ഇബ്നു അബീ റബീഅ, അയ്യാഷ് സ്വഹാബിന്റെ പേരാ. കുട്ടികൾക്ക് പേരിടാറുണ്ട് അയ്യാഷ്, ആൺകുട്ടികൾക്ക് നല്ല പേര്. ആയിഷ എന്നൊക്കെ പറയുന്ന അതേ ആ വാക്കിന്റെ നേരെ അറബി ആൺകുട്ടിക്കുള്ള വാക്കായിരിക്കും അയ്യാഷ്. ആയിഷ്, അയ്യാഷ്. അയ്യാഷ് ഇബ്നു റബീഅത്തുൽ മഖ്സൂമി അവരും ചില ആളുകളും വന്നിട്ട് നബി തങ്ങളോട് പറഞ്ഞു, നബിയേ, എങ്ങനെയാണ് റസൂലേ അടിമയായ മൗലയായ അടിമയായ ഒരാളെ ഞങ്ങൾ ഖുറൈശികളുടെ നേതാവായിട്ട് സൈന്യത്തിന് നിയോഗിക്കുന്നത്? വനഹ്നു മിൻ ഖുറൈശിൻ വഫീഹിം വഫീഹിം വഫീഹിം, ഞങ്ങൾ ഖുറൈശികളല്ലേ, ഖുറൈശികളിൽ എത്ര യോഗ്യരായ ആളുകളുണ്ട് എന്ന് മഹാനായ അയ്യാഷ് ഇബ്നു അബീ റബീഅ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ ഹബീബിനോട് വന്ന് പറഞ്ഞപ്പോ ഹദീസിന്റെ റാവി പറയാണ്, ഖതബ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറി ഒരു ഖുതുബ നിർവഹിച്ചു. ഇൻ തത്അനു ഫീ ഇമാറതി, ഉസാമത്ത് ഇബ്നു സയ്യിദ് എന്നവരെ ഞാൻ അമീറാക്കിയതിൽ, നേതാവാക്കിയതിൽ നിങ്ങൾക്ക് നിരൂപണമുണ്ടെങ്കിൽ ഫഖദ് കുൻതും തത്അനൂന ഫീ ഇമാറതി അബീഹി മിൻ ഖബൽ, അവരുടെ ഉപ്പയായ നേതാവും എൻ്റെ മെഹബൂബുമായ സയ്യിദ് ഇബ്നു ഹാരിസയെ മുഅ്ത യുദ്ധത്തിന് നേതാവായി പറഞ്ഞേക്കുമ്പോൾ അന്നും നിങ്ങളിൽ ചില ആളുകൾ പ്രശ്നങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ടല്ലോ. വഅയ്മുല്ലാഹ് ഇൻ കാന ലഖലീഖൻ ലിൽ ഇമാറ, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഉസാമത്ത് ഇബ്നു സയ്യിദിനെയും അവരുടെ ഉപ്പയായ സയ്യിദ് ഇബ്നു ഹാരിസയെയും ഞാൻ അമീറാക്കിയത് അവർ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവരാണ് എന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ്, എനിക്കിഷ്ടപ്പെട്ടവരെന്ന് കൊണ്ട് മാത്രമല്ല. ബൈ ഗോഡ്,
അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഇൻ കാന ലഖലീഖൻ ലിൽ ഇമാറ, നേതാവാകാൻ യോഗ്യതയുള്ള ആളാണ് ഉസാമത്ത് ഇബ്നു സെയ്ദ്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ചെയ്യുന്നിടത്ത് കമ്മിറ്റി ഭാരവാഹികൾ, കമ്മിറ്റി ജനറൽ ബോഡി കൂടുമ്പോഴേ യോഗ്യരായ യുവാക്കളെ കമ്മിറ്റിയിലേക്ക് എടുക്കണം. എന്തിനെന്നറിയോ? മുതിർന്ന ആളുകളുടെ കൂടെ നിന്ന് അവർക്ക് പ്രവൃത്തി പരിചയം ഉണ്ടാവണം, പുതിയ ആളുകൾക്ക് അവസരങ്ങൾ കൊടുക്കണം എന്നതിന് ഏറ്റവും വലിയ മാതൃകയാണ്. സ്വഹാബികളിൽ പ്രായമുള്ള ഒരുപാട് പേരുണ്ടായിരിക്കെ ഉസാമത്ത് ഇബ്നു സെയ്ദ് എന്നവരെ നബി തങ്ങൾ അമീറായി നിയമിച്ചത്. റോമിലേക്ക് പോകുന്ന 2000 ആളുകളുടെ അമീറാൻ. 17 വയസ്സ്, +2 പ്രായമായിട്ടുള്ളൂ അല്ലേ, മീശ പോലും മുളച്ചിട്ടില്ല. മഹാനായ ഉസാമത്ത് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്. അത് ഹബീബിന്റെ പ്രത്യേകത അങ്ങനെയാണ്. ഒരു സ്വഹാബിയെ നോക്കി അവരുടെ ക്വാളിറ്റി നോക്കിയ നബി തങ്ങൾ അവർക്ക് ടാസ്ക് കൊടുക്കുക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് തങ്ങൾ പറയുമായിരുന്നു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് അവരുടെ മോന് ഉസാമയും. മഹാനവറുകൾക്ക് ശേഷം, വാപ്പയ്ക്ക് ശേഷം എനിക്ക് ഇഷ്ടപ്പെട്ട ആളാണ് ഉസാമ. ആ ഇഷ്ടമുണ്ടായത് കൊണ്ടല്ല, പിന്നെയോ നേതാവാകാൻ യോഗ്യതയുള്ള ആളാണ്, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട് എന്നറിഞ്ഞതിന്റെ പേരിലാണ് ഞാൻ ഉസാമയെ നേതാവാക്കിയത് എന്ന് നബി തങ്ങൾ അതിന് മറുപടി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ നിരൂപണം ചെയ്ത ആളുകളെ നബി തങ്ങൾ വെട്ടിമാറ്റിയില്ല, അവരെ സംഘടന നിന്ന് പുറത്താക്കിയില്ല, അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തിയില്ല, അവരെ കോർണർ ചെയ്ത് അറ്റാക്ക് ചെയ്തില്ല. സ്വഹാബികൾ ആരും അവരെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഹബീബായ നബി തങ്ങൾ വിശാല ഹൃദയത്തോടുകൂടെയാണ് നിരൂപണങ്ങളെ സ്വീകരിച്ചത്. തെറ്റുകളാണ് എന്ന് അവർക്ക് തോന്നി, പക്ഷെ തെറ്റല്ലായിരുന്നു. അങ്ങനെ സംഭവിക്കാം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹും തമ്മിൽ ഒരു ചെറിയ പ്രശ്നമുണ്ടായി. ആ പ്രശ്നത്തിൽ സിദ്ദീഖ് തങ്ങൾ ഉമർ തങ്ങളോട് ചോദിച്ചു, ഉമറേ, എനിക്ക് മാപ്പ് തരണം. തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ ജീവിച്ചിരിപ്പുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിൽ വന്ന ഹദീസാണ്. സ്വഹീഹുൽ ബുഖാരിയിലുണ്ട് ഹദീസ്. أن أبا بكر رضي الله عنه وعمر اختلفا في مسألة. അങ്ങനെ ഹദീസ് വരിക. ഉമർ റളിയല്ലാഹു അൻഹും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു മസ്അലയിൽ അവർക്ക് എതിരഭിപ്രായം ഉണ്ടായി. സ്വാഭാവികമാണ്, എതിരഭിപ്രായം ഉണ്ടാവുക എന്ന് പറയുമ്പോഴേക്കും വേറെ ഗ്രൂപ്പായി അന്നത്തെ കണക്ക്. അങ്ങനെയല്ല, ശറഅ് വിശദമായി പഠിക്കാതെ ഇപ്പം ഞങ്ങൾ പറഞ്ഞൊരു വിഷയം ഭയങ്കര സംഭവമാണ്. സ്വഹാബ, അത് ഉമർ തങ്ങളുടെ വാക്കാണെന്ന് എൻ്റെ ഓർമ്മ. തഅല്ലമു ഖബ്ല അൻ തസൂദു, നേതാവാകുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ നന്നായി പഠിക്കണം കേട്ടോ, ഇൽമു വേണം. കാരണം നേതാവായാൽ പിന്നെ പഠിക്കാൻ പറ്റൂല. അപ്പോൾ കുട്ടിപ്രായത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ പിടിച്ച് നേതാവാക്കാനും പോകണ്ടെന്ന് അതിൽ ഒരു മാന. അവർക്ക് പഠിക്കാൻ അവസരം, അവർ പഠിക്കട്ടെ. പഠിക്കേണ്ട സമയത്ത് അവർ പഠിക്കണം. അന്ന് വഅദ് പറയാൻ നോക്കുമ്പോൾ കൊല്ലം മുഴുവൻ വഅദ് പറയാൻ ആൾക്കാർ വിളിക്കാൻ വരും. പക്ഷെ അന്ന് ബാപ്പുട്ടി ഹാജി പറയും, മക്കളെ നിങ്ങൾ പഠിക്കുകയാണ്, പഠനം നിർത്തിയിട്ട് വഅദ് പറയാനോ പിരിവിനോ റെസിറ്റ് ബുക്കേറ്റോ നടക്കരുത്, നിങ്ങൾ പഠിക്കണം. പിന്നെ എപ്പോഴെങ്കിലും വെള്ളിയാഴ്ച ദിവസം ഒരു ദിവസം ഒഴിവുണ്ടാവും, ആ വെള്ളിയാഴ്ച നിങ്ങൾ പോയിക്കോ വഅദ് പറയാം. പക്ഷെ പിറ്റേന്ന് രാവിലെ ക്ലാസ്സിനെത്തണം. എന്ത് ചെയ്യരുത്, പഠനം ഒഴിവാക്കി പിരിവിന് നടക്കുക. അപ്പം അങ്ങനെ കുട്ടികളെ റെസിറ്റ് ബുക്ക് എടുത്ത് പറഞ്ഞേക്കുക. ഒരു ചെറിയ മോനെ ഞാൻ കണ്ടു, റെസിറ്റ് കുട്ടിക്ക് ആകെ 9-10 വയസ്സായിട്ടുള്ളൂ, റെയിൽവേ സ്റ്റേഷനിൽ അവനെ പരിചയപ്പെട്ടു. കഴിഞ്ഞ ആഴ്ച ഇവിടെ ദുബൈക്ക് പോകുന്നതിൻ്റെ മുമ്പ്. അപ്പോൾ കുട്ടി വന്നിട്ട് പരിചയപ്പെട്ടു, ഉസ്താദെ എനിക്ക് റെസിറ്റ് ബുക്ക് ഉണ്ട്. ഞാൻ ആയിക്കോട്ടെ മോനെ, എന്താ അത്? അപ്പോൾ നോക്കുമ്പോൾ ഏതൊരു ദർസിൻ്റെ, ഏതൊരു എത്തിങ്ങാൻ്റെ എന്തൊരു റെസിറ്റ് ബുക്കാണ്. ഉസ്താദിനെ ഞാൻ ആദ്യം ഉദ്ഘാടനം കഴിക്കട്ടെ, ഞാൻ കഴിച്ചൊന്ന് എഴുതിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ മോനെ ചോദിക്കുമ്പോൾ പഠിക്കാറില്ലേ? ആ പഠിക്കണം, ഇപ്പം ഞങ്ങൾ റെസിറ്റ് ബുക്കായിട്ട് പോവുകയാണ്, പുസ്തകം ഏൽപ്പിച്ചതാണ്. ഇതൊരു വലിയ, ആ കുട്ടിയോട് ഞാനൊന്നും പറഞ്ഞില്ലേ, കുട്ടിക്ക് വിഷമമായി പോകണ്ടെന്ന് വിചാരിച്ച്. പക്ഷേ മുദരിസുമാർ മനസ്സിലാക്കണം, കുട്ടികളെ ഇങ്ങനെ ഓരോ പരിപാടികൾക്ക് പ്രോഗ്രാമിന് പറഞ്ഞൊക്കെ മുമ്പിൽ കസേര നിരത്താൻ വേണ്ടി മുത്താലിമികളെ കൊണ്ടുപോയി ഇരുത്തുക. അവർ പഠിക്കേണ്ട സമയത്ത് അവർ റെസിറ്റ് ബുക്കായിട്ട് ഇറക്കി വിടുക, വീട് വിടാന്തരം കയറുക. എപ്പോഴും പിന്നെ അവരെ പഠിക്കുക. നേതൃത്വം കിട്ടുന്നതിൻ്റെ മുമ്പ് പഠിക്കണം. കാരണം നേതൃത്വം കിട്ടിയവനെ പഠിക്കാൻ സമയം ഉണ്ടാവില്ല, അല്ലെങ്കിൽ അധികാർക്കും അതിനെ പറ്റാറില്ല. അങ്ങനെ ആയിക്കഴിയുമ്പോൾ തിന്മകളെ തിരുത്താനുള്ള അവസരങ്ങൾ ഉണ്ടാവില്ല. അത് വലിയൊരു ദുരന്തമാണ്. അതുകൊണ്ട് നേതൃസ്ഥാനത്തേക്ക് വരുന്നതിന് മുമ്പ് അറിവുകൾ നേടിയെടുക്കണം. അറിവുകൾ നേടുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ നേതൃസ്ഥാനത്തേക്ക് ചെല്ലരുത് എന്നാണ് മഹാന്മാരായ സ്വഹാബിമാരുടെ നിർദ്ദേശം. അത് നബി തങ്ങളിൽ നിന്ന് അവർ പഠിച്ചതാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ എന്നവരും
അവർ തമ്മിൽ ചെറിയ അഭിപ്രായം. ഞാൻ പറയുന്നത് ഇന്നത്തെ വലിയ ദുരന്തം അതാ, ഞാൻ പറയാൻ പോയത് അതായിരുന്നു. കാരണം ശർഇന്റെ വീക്ഷണങ്ങൾ എന്താണ്, ഇസ്ലാമിൻ്റെ വിശാലത എന്താ, ഇതൊന്നും അറിയില്ല. ആകെ സിന്ദാബാദ് വിളിക്കാനേ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒരു ഉസ്താദ് പറഞ്ഞതിന് ഇപ്പുറത്ത് മറു അഭിപ്രായം പറഞ്ഞാൽ ഇയാൾ വഹാബിയായി, അയാൾ മുജാഹിദായി, അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി, വിദാത്തുകാരനായി. പൊന്നു സഹോദര, മിനിമം സ്വഹാഹു സിത്തയെങ്കിലും പഠിക്കണ്ടേ, ഹദീസിൻ്റെ 6 ഗ്രന്ഥങ്ങളെങ്കിലും പഠിക്കണ്ടേ, തഫ്സീറെങ്കിലും പഠിക്കണ്ടേ? അത് മാത്രം പഠിച്ചാൽ തന്നെ കിട്ടുന്ന ഒരുപാട് അവഗാഹങ്ങളുണ്ട്. ഇസ്ലാം എത്ര വിശാലമാണ്. ഇതൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്നൊരു വിധത്തിലാണ് ശരീഅത്തിനെ അല്ലാഹു സംവിധാനിച്ചിട്ടുള്ളത്. ശർഇന്റെ, സുന്നത്തിന്റെ, കിതാബിന്റെ അംബ്രല്ലക്ക് താഴെ വരുന്നൊരു വിഷയത്തിൽ പിന്നെ അവിടെ ഒരു അഭിപ്രായം ഒരു ആലിമ പറയാന്ന് പറഞ്ഞാൽ ഒരു ആലിമ പറഞ്ഞത് ഒരാൾ ഉദ്ധരിച്ചു എന്ന് വിചാരിച്ച് അതൊന്നും പ്രശ്നങ്ങളാക്കി സംഘടനയെ കീറിമുറിക്കേണ്ട വിഷയങ്ങളൊന്നും അല്ല അത്. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും? 4 മദ്ഹബുകൾ ഉണ്ടായില്ലേ ഇവിടെ? 4 മദ്ഹബിൽ 3 പേരും ശിഷ്യന്മാരാ. ഒന്ന് മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു, ഒരു മദ്ഹബിന്റെ ഇമാം. അവരുടെ ശിഷ്യനാണ് ഷാഫി ഇമാം. ഷാഫി ഇമാം വേറെ മദ്ഹബ. ഷാഫി ഇമാം താബിഇയാണ്. മാലിക് ഇമാം ആണെങ്കിലോ മാലിക് ഇമാം താബിഇയാണ്. ഷാഫി ഇമാം താബിഇയാണ്. ഷാഫി ഇമാമിന്റെ ശിഷ്യനാണ് അഹ്മദ് ബിൻ ഹംബൽ എന്നവർ. അവർ വേറെ മദ്ഹബിന്റെ ഇമാമാ. ശിഷ്യനും ഗുരുനാഥനും അവരുടെ ഗുരുവും 3 പേരും 3 അഭിപ്രായക്കാരാ. അവർ തമ്മിൽ വല്ല പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഒരു പ്രശ്നമല്ല. അഹ്മദ് ബിൻ ഹംബൽ എന്നവർ എന്താ പറയാ? ഷാഫി ഇമാം എൻ്റെ ഉസ്താദാ. ഷാഫി ഇമാം പറയും അഹ്മദ് ഹംബൽ എൻ്റെ ഉസ്താദാ. യാ അല്ലാഹ്, എന്തൊരു മനോഹരം. അഹ്മദ് ബിൻ ഹംബൽ എന്നവർ പ്രായം കൊണ്ട് ചെറുതാണ്, ഷാഫി ഇമാമിന്റെ ശിഷ്യനാണ് ശരിക്കും. പക്ഷെ ഷാഫി ഇമാം എന്ത് പറയും? അഹ്മദ് ബിൻ ഹംബൽ എന്നവർ എൻ്റെ ഉസ്താദാ. അഹ്മദ് ഹംബൽ എന്ന് പറയാം ഇല്ലല്ല എൻ്റെ ഉസ്താദ് ഷാഫി ഇമാമാണ്. ഇവർ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടോ പറയാ. എന്തൊരു ബഹുമാനം. അവർ 2 പേരുടെയും ഗുരുനാഥൻ എന്ന് പറയാം. ഷാഫി ഇമാമാണ് നേരിട്ട് മാലിക് തങ്ങൾ എന്ന് ദർശോദിയിട്ടുള്ളൂ. അഹ്മദ് ബിൻ ഹംബൽ എന്നവർ ഇമാം ഷാഫി തങ്ങളിൽ നിന്നും അവരുടെ ഗുരുനാഥനാണ് മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു. പക്ഷേ 3 പേർക്കും 3 മദ്ഹബാണ്. പിന്നെ ഉള്ളത് മഹാനായ അബു ഹനീഫത്തുൻ നുഅ്മാൻ തങ്ങൾ, ഹനഫി മദ്ഹബിന്റെ ഇമാം. മഹാനവറുകൾ വഫാത്താകുന്ന വർഷമാണ് ഇമാം ഷാഫി തങ്ങൾ ജനിക്കുന്നത്. ഹനീഫ് ഇമാം വഫാത്താകുന്ന വർഷമാണ് ഇമാം ഷാഫി തങ്ങൾ ജനിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഫിഖഹിന്റെ ലോകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ എത്രയോ ഖിലാഫുകൾ കാണാൻ കഴിയും. അതൊന്നും ശത്രുതയോ വൈരാഗ്യമോ ഒന്നുമല്ല. അതിനൊന്നും ആവശ്യമില്ല. നമ്മൾ ചെറുത് കിട്ടുമ്പോഴേക്കും നമ്മൾ മലയാളികൾ പെട്ടെന്ന് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ നോക്കും. 5 ആളുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് ഒരാൾ എതിരായ 4 ആൾ വെച്ചപ്പുറത്ത് വേറെ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അത് ഈ 5ാമത്തെ സുഹൃത്ത് അറിഞ്ഞിട്ടുണ്ടാവില്ല. പിന്നെ ഈ ഗ്രൂപ്പിലൊന്നും വരാതിരിക്കുമ്പോഴാ ഞാൻ പുറത്തായിട്ടുണ്ടല്ലേ എന്നറിയുള്ളൂ. ചെറിയൊരു കാര്യം വരുമ്പോഴേക്കും നമ്മൾ ഗ്രൂപ്പിസം കളിക്കുകയാണ്. അങ്ങനെ ഇല്ല, അങ്ങനെ ചെയ്യരുത്. മിനിമം ദീനിന്റെ വിഷയത്തിൽ ഇടപെടുന്ന ആളുകളെങ്കിലും ഇസ്ലാമിന്റെ പൂർണ്ണതയും വിശാലതയും ഒന്ന് ഉൾക്കൊള്ളണം. എന്തെങ്കിലും ചെറുത് കേൾക്കുമ്പോഴേക്കും അങ്ങോട്ട് പ്രശ്നമാക്കുക, ഇതൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്ന മനസ്സ് സത്യവിശ്വാസികൾക്ക് കഴിയും. അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ. ആ പാരമ്പര്യം വല്ലാഹി ലാ യസ്ലുഹ ആഖിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സലഹ ബിഹി അവ്വലുഹ. ഈ ഉമ്മത്തിന്റെ മുൻഗാമികൾ എങ്ങനെയാണോ നന്നായത് അങ്ങനെ നമുക്ക് നന്നാവാൻ കഴിയൂ. നമ്മളായിട്ടൊരു പുതിയ ഫോർമുല ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഇത് എല്ലാവരും മനസ്സിലാക്കണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും വിഷയത്തിലേക്ക് വരാം. അവർ 2 പേരും തമ്മിൽ പ്രശ്നത്തിന് എതിരഭിപ്രായം ഉണ്ടായി. സ്വാഭാവികമായും ആ അഭിപ്രായം ഇച്ചിരി മൂർച്ഛിച്ചപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന് ദേഷ്യം വന്നു. സിദ്ദീഖ് എന്നവരെ എനിക്ക് മാപ്പാക്കണമെന്ന് പറഞ്ഞപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഉമർ റളിയല്ലാഹു അൻഹു മാപ്പ് കൊടുത്തു എന്ന് പറഞ്ഞില്ല. അപ്പൊ സിദ്ദീഖ് തങ്ങൾക്ക് ആകെ ടെൻഷനായി. പൊന്നു നബിയുടെ മുമ്പിലേക്ക് വന്നു. വഖദ് റഫഅ തൗബഹു വജലസ ഇൻദ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പൊന്നു നബിയുടെ മുമ്പിലേക്ക് വസ്ത്രം വലിച്ചുകൊണ്ട് വന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് പറഞ്ഞു, നബിയേ, സാറ ബൈനി വ ബൈന ഉമർ ബിൽ ഖത്താബ് ഖുസൂമ. ഞാനും ഉമർ എന്നവരും തമ്മിൽ തർക്കമുണ്ടായി നബിയേ. വതലബതു മിൻഹു അൻ യുസാമിഹനി, എനിക്ക് മാപ്പ് തരണമെന്ന് ഞാൻ ഉമർ എന്നവരോട് പറഞ്ഞപ്പോൾ ഫഅബാ, എനിക്ക് മാപ്പ് തരാൻ വിസമ്മതിച്ചു ഉമർ എന്നവര്. ഇസ്ലാം നബി ഞങ്ങൾ പഠിപ്പിക്കുന്ന കാലഘട്ടമാണിത്. അതാ വരുന്നു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ സദസ്സിലേക്ക് വരുന്നു. ഉമർ തങ്ങൾ വരുന്നത് കാണുമ്പോഴേക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തിന്റെ നിറം മാറുന്നത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാണുകയാണ്. നോക്കണം, ഇതാണ് സൗഹൃദം. പൊന്നു നബിയുടെ മുഖം ചമക്കുന്നത് കണ്ടു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് എന്നവരെ പേടിച്ചു. ഉമർ എന്നവരെങ്ങാനും ഇങ്ങനെ വന്നാൽ ഞാൻ നബിയോട് പരാതി പറയുകയും
പറയുകയും ചെയ്തിരിക്കെ എൻ്റെ ഉമറിനോട് എൻ്റെ കൂട്ടുകാരനാണ്, ഞങ്ങൾ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ തന്നെയും, ശ്രദ്ധിക്കണം, അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ തന്നെയും ഉമർ എന്നവർ എൻ്റെ സഹോദരനാണ്. എൻ്റെ സഹോദരനോടങ്ങാനും അള്ളാഹുവിൻ്റെ റസൂൽ ദേഷ്യപ്പെട്ട് വല്ലതും പറഞ്ഞു പോയാൽ ഉമറിൻ്റെ ദുന്യാവും ആഖിറവും നഷ്ടപ്പെടും. അതുകൊണ്ട് ഉമർ എന്നവരോട് ദേഷ്യപ്പെട്ട് നബി തങ്ങൾ ഒരു മറുപടി പറയുന്നതിൻ്റെ മുമ്പ് ഹബീബിൻ്റെ കാൽക്കലേക്ക് വീണുകൊണ്ട് പറയരുതേ എന്ന് ഹബീബിൻ്റെ മുമ്പിൽ യാചിച്ചവരാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതാണ് സൗഹൃദം. നമ്മൾ ആരോടെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ട്, അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കൊട്ടി ആഘോഷിക്കുക, അങ്ങനെ നടക്കണം, അങ്ങനെ ആവണം, ഇത് പറയരുത്. അദ്ദീനു വന്നസീഹ, ഇസ്ലാം എന്ന് പറയുന്നത് ഗുണകാംക്ഷയല്ലേ? അത് പറഞ്ഞല്ലേ നമ്മൾ ഇന്നത്തെ സംസാരം ആരംഭിച്ചത്. ദീൻ എന്ന് പറയുന്നത് ഗുണം കാക്ഷിക്കലാണ്, നല്ലത് വരണമെന്ന് ആഗ്രഹിക്കലാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന് നാളെ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ ഒരു പ്രശ്നമുണ്ടാവരുത് എന്ന് കരുതി ഹബീബായ നബി തങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്ലേറ്റ് അങ്ങോട്ട് മാറ്റി എന്ന് പറയാം. യാ റസൂലല്ലാഹ് അന കുൻതു അളുലം, ഞാനാണ് നബിയെ ദുൽമി ചെയ്തത്, ഞാനാണ് ഉമർ എന്നവരെ വിഷമിപ്പിച്ചത്, അതുകൊണ്ടാണ് ഉമർ എന്നവർ എനിക്ക് മാപ്പ് തരാതിരുന്നത്. ഇത് ഉമർ എന്നവരുടെ കുറ്റമല്ല, ഞാനാണ് ചെയ്തത് എന്ന് പറഞ്ഞു. എന്നാലും ഹബീബാ നബി ഞങ്ങൾക്കറിയാം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ എന്നവരെ പ്രൊട്ടക്ട് ചെയ്യുകയാണെന്ന്. അതുകൊണ്ട് നബി തങ്ങൾക്ക് എത്രയും ഇഷ്ടമായിരുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് നബി തങ്ങൾ പറഞ്ഞു. ഇത് പറഞ്ഞതിന്റെ ശേഷം ഒരാളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് വേദനയുള്ള ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല എന്നാണ് ചരിത്രം. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഇന്നല്ലാഹ ബഅസനി ഫഖുൽതും, അല്ലാഹു എന്നെ പ്രവാചകനായി പറഞ്ഞയച്ചപ്പോൾ നിങ്ങളെല്ലാവരും പറഞ്ഞു കദബ്ത, ഞാൻ പറഞ്ഞത് നുണയാണ് എന്നല്ലേ നിങ്ങളൊക്കെ പറഞ്ഞത്. ഉമർ റളിയല്ലാഹു അൻഹു അടക്കം ഹബീബിനെ കൊല്ലാൻ പോയവരായിരുന്നില്ലേ? ആ കൊല്ലാൻ പോയ യാത്രയാണ് ഉമർ എന്നവർ മുഅ്മിനായി മാറുന്നത്. ചരിത്രം അറിയാലോ. ഉമർ തങ്ങളുടെ പെങ്ങള് ഫാത്തിമ ബിൻതുൽ ഖത്താബ് എന്നവര്, അവരുടെ ഭർത്താവ് സഈദ് ഇബ്നു സയ്യിദ്, സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന 10 പേരിൽപ്പെട്ട മറ്റൊരു സ്വഹാബി സഈദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു, അവരുടെ ഗുരുനാഥനായ ഖബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു അൻഹു, ഇവര് 3 പേരും ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഉമർ എന്നവർ കാണുന്നത്. അതിനെ ചൊല്ലിയ പ്രശ്നങ്ങൾ ഉണ്ടായത്. ആ ഖുർആൻ എനിക്ക് തരുമോ എന്ന് ചോദിച്ചു. പോയി കുളിച്ചുവാന്ന് പറഞ്ഞു പെങ്ങള്. അതിന്റെ പെങ്ങൾ അടിച്ചു, ദേഹത്ത് മുറിവന്ന് ചോദിച്ചപ്പോൾ ഉമർ തങ്ങൾ ഭയങ്കര വിഷമായി. ഉമർ തങ്ങൾ നബി തങ്ങളെ കൊല്ലാൻ വേണ്ടി പോവാ. അപ്പോഴൊരാൾ ചോദിച്ചു, ഉമറെ എങ്ങോട്ടായി പോക്ക്? ഞാൻ പുതിയ പ്രവാചകനെ കൊല്ലാൻ വേണ്ടി പോകും. എന്തേ? പുതിയ മതവുമായി വന്നതാ. അത് നടക്കുന്നതിന്റെ മുമ്പ് നിന്റെ സ്വന്തം പെങ്ങള് ഫാത്തിമ ബിൻതുൽ ഖത്താബ്, അവളെ പോയി നന്നാക്കിയിട്ട് പോരെ. എന്ത് എന്റെ പെങ്ങളോ? അവള് മുസ്ലിമച്ചോ? അവള് മുസ്ലിമച്ചാണ്, പോയി നോക്ക് എന്ന് പറഞ്ഞു. ആ യാത്രയിലാണ് സൂറത്ത് ത്വാഹ കയ്യിൽ കൊടുക്കുന്നത് പെങ്ങള്. അത് ഓതിയപ്പോഴല്ലേ ഉമർ തങ്ങൾ മുസ്ലിം ആവുന്നത്. സിദ്ദീഖ് തങ്ങൾ അങ്ങനെയാണോ? തങ്ങൾ നുബുവത്തുമായി കൊണ്ടുവന്നപ്പോൾ എൻ്റെ ഹബീബ് പറഞ്ഞ് സത്യമാണ്, എനിക്ക് 100% ഉറപ്പാണ്. അതാണ് സിദ്ദീഖ് തങ്ങൾ. അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ബഅസനി ഫഖുൽതും, അല്ലാഹു എന്നെ നബിയായി പറഞ്ഞയച്ചപ്പോൾ നിങ്ങളൊക്കെ പറഞ്ഞു കദബ്ത, ഞാൻ പറഞ്ഞ നുണയാണെന്നാ നിങ്ങൾ പറഞ്ഞത്. വഖാല അബൂബക്കറിൻ സദഖത, എൻ്റെ അബൂബക്കറാണ് പറഞ്ഞത് നബിയേ, അങ്ങ് പറഞ്ഞത് സത്യമാണ്. ഫഹൽ അൻതും താരിഖൂ ലി സാഹിബി, എൻ്റെ സാഹിബായ അബൂബക്കറിനെ നിങ്ങളൊന്ന് വിട്ടു തരുമോ? ഒന്നും ചെയ്യാതെ എൻ്റെ സിദ്ദീഖിനെ വേദനിപ്പിക്കരുതേ. ഞാൻ ഒറ്റക്കായി നിന്ന നേരത്ത് എൻ്റെ കൂടെ നിന്ന ആളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഈ ഉമ്മത്തിലെ ആദ്യത്തെ മെമ്പർഷിപ്പ്, ഇസ്ലാമിലെ ആദ്യത്തെ മെമ്പർഷിപ്പ് ഒരു പെണ്ണിനാണ്. ആദ്യത്തെ മെമ്പർഷിപ്പ് ഒരു പെണ്ണ. ആരാ? ഖദീജ റളിയല്ലാഹു അൻഹ. രണ്ടാമത്തെ മെമ്പർഷിപ്പ് സിദ്ദീഖ് തങ്ങളാ റളിയല്ലാഹു അൻഹു. അങ്ങനത്തെ സിദ്ദീഖ് എന്നവരെ നിങ്ങൾ വേദനിപ്പിക്കരുതേ എന്ന് മഹാനായ നബി തങ്ങൾ പറഞ്ഞപ്പോൾ ഫമാ ഊദിയ അബൂബക്കർ റളിയല്ലാഹു അൻഹു ബഅദഹാ അബദാ, പിന്നെ ഒരാളും സിദ്ദീഖ് എന്നവരെ വേദനിപ്പിക്കുന്ന ഒരു വാക്കും പറഞ്ഞിട്ടില്ല എന്നാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാർ അവർക്ക് പറ്റിയ തെറ്റുകൾ സമ്മതിച്ചു എന്നാ ഞാൻ പറയുന്നത്. നബിയെ അന കുൻതു അളുലം, എനിക്കാണ് തെറ്റ് പറ്റിയത് നബിയെ, ഞാനാണ് തെറ്റ് ചെയ്തത്, എനിക്കാണ് പിഴവ് സംഭവിച്ചത് എന്ന് റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിൽ വെച്ച് സമ്മതിച്ചു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സംഗതി അങ്ങനെ ആയിരുന്നു താനെന്നാണ്. അബൂബക്കർ തങ്ങളാണ് വിഷയം ഉദ്ധരിച്ചത്. പക്ഷെ ഉമർ തങ്ങൾ അതിൻ്റെ ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് കോൺവെർസേഷൻ അതൊരു വളരെ ഹീറ്റഡ് ആർഗ്യുമെന്റായി മാറിയെന്നാണ്. പക്ഷേ അതിൻ്റെ തുടക്കം സിദ്ദീഖ് തങ്ങൾ. പക്ഷേ സിദ്ദീഖ് തങ്ങൾ കൂടി സമ്മതിച്ചത് അത്രയൊന്നും പറയാനില്ല. എന്നാലും അവർ പറഞ്ഞു, നബിയെ
ഞാനാണ് ഏറ്റവും വലിയ ദുൽമ ചെയ്തതെന്ന് പറഞ്ഞു. അത് ശുദ്ധിക്കുന്നവർ ഉമർ തങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറഞ്ഞതാണ് റളിയല്ലാഹു തആല അൻഹു. മാഷാ അല്ലാഹ്. ഏതായിരുന്നാലും ഉമർ റളിയല്ലാഹു അൻഹു എത്രത്തോളം ധീരനും ശക്തനുമായിരുന്നെങ്കിലും സ്വന്തം ശരീരത്തിൻ്റെ വിഷയത്തിൽ ആരെങ്കിലും ഒരു വിഷയം പറഞ്ഞാൽ പൂ പോലെ സ്വീകരിക്കുമായിരുന്ന വിശാല ഹൃദയം. ഖിലാഫത്ത് ഏറ്റെടുത്ത് മിമ്പറിൽ കയറിയിട്ട് പറയാം ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, അത് മറ്റു സംഭവമുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു യാ അയ്യുഹന്നാസ്, ജനങ്ങളെ എന്ന് വിളിച്ചു. സമഅൻ വതാഅ, ഞാൻ പറഞ്ഞത് കേൾക്കണേ, അനുസരിക്കണേ. അപ്പൊ സദസ്സെന്ന് ഒരാള് ലാ സമഅൻ വലാ ത്വാഅ, കേൾക്കൂല അനുസരിക്കൂല. അങ്ങനെ ഉണ്ടാവും. ഒരു നേതാവ് ഒരു കാര്യം പറയുമ്പോൾ ശ്രദ്ധിക്കണേന്ന് പറയുമ്പോൾ കേൾക്കൂല ശ്രദ്ധിക്കൂല എന്നൊരാൾ എണീറ്റ് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇത് മദീനത്തെ മിമ്പറിൽ ഉമർ തങ്ങൾ എണീറ്റ് നിൽക്കുമ്പോൾ. അപ്പോൾ ഉമർ തങ്ങൾ ചോദിച്ചു, എന്തേ കാരണം എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നിങ്ങളെന്താ 2 കുപ്പായിട്ടിക്കണല്ലോ, ഞങ്ങൾക്കൊന്നല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ, അന്ന് ഖിലാഫത്തിൻ്റെ സമയത്ത് ഒരു ഗനീമത്ത് വന്നപ്പോൾ മുസ്ലിമീങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഷർട്ട് പീസ് കൊടുത്തിരുന്നു. മുമ്പൊക്കെ ഉസ്താദന്മാർക്ക് ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഷർട്ട് പീസ് കൊടുത്തിരുന്നു അല്ലേ സദീഖ് ഉസ്താദ്? ഇപ്പോൾ കിട്ടലുണ്ടാക്കെ ഉണ്ടല്ലേ? അൽഹംദുലില്ലാ. അങ്ങനെ അല്ലേ, പള്ളിയിലെ ഉസ്താദിന് മുദരിസിന് മുതഅല്ലിമീങ്ങൾക്ക് ഷർട്ട് പീസ് അല്ലേ, അതൊക്കെ ഭയങ്കര അതൊരു ഷർട്ട് പീസിന് ആഗ്രഹം ഉണ്ടായിട്ടൊന്നാവില്ല. പക്ഷെ ആ ഒരു ഹദിയ സ്വീകരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദം, അവർക്ക് കിട്ടുന്ന ഒരു ദുആ, മാഷാ അല്ലാഹ്. ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് എല്ലാവർക്കും ഒരു ഷർട്ട് പീസ് കൊടുത്തു, എല്ലാവർക്കും. അപ്പോൾ ഉമർ തങ്ങൾക്ക് കിട്ടിയ ഷർട്ട് പീസ് ഇച്ചിരി വലുതാണ്. അപ്പോൾ സ്വഹാബി വിചാരിച്ചു ഉമർ എന്നവർ ഒന്ന് ഏറെടുത്തിട്ടുണ്ട്. കാരണം ഉമർ തങ്ങൾ ഭയങ്കര ഹൈറ്റും വെയിറ്റും ആയിരുന്നു, ഭയങ്കര ഹൈറ്റും വെയിറ്റുള്ള ആളായിരുന്നു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. കണ്ടാൽ തന്നെ പേടിയായി പോകും. അപ്പോൾ ഉമർ തങ്ങൾ വലിയൊരു കുപ്പായിട്ടാണ് നിൽക്കുന്നത്. ആ വലിയ ഷർട്ട് ഒരു കമീസും ധരിക്കാൻ മാത്രം, നെയ്യാൻ മാത്രമുള്ള വലുപ്പമുള്ള ഷീറ്റല്ല, ഒരു ഷർട്ട് പീസല്ല എല്ലാവർക്കും കിട്ടിയത്. അപ്പോൾ സ്വാഭാവികമായി ഉമർ എന്നവരെ നിങ്ങളൊന്ന് ഏറെടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ് ഞങ്ങൾ കേൾക്കൂല. അപ്പോൾ ഉമർ തങ്ങൾ പറഞ്ഞു, എൻ്റെ മോൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ എവിടെ എന്ന് ചോദിച്ചു. ഞാൻ ഇതാ വാപ്പ, മോൻ ഇയാൾക്ക് മറുപടി കൊടുക്കുമെന്ന് പറഞ്ഞു. ഉമർ തങ്ങൾ മിമ്പറിൽ നിന്ന് ഇറങ്ങി. മോൻ്റെ മറുപടി, ഇതൊക്കെ മദീനത്തെ പള്ളിയിൽ നടന്ന സംഭവങ്ങളാണ്. നമ്മൾ നിരൂപണം കേൾക്കുമ്പോഴേക്കും ചൂടാവരുത്. ഇതൊക്കെ വലിയ മാതൃകയാണ്. മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവർ, ജനങ്ങളെ നിങ്ങളെല്ലാവരും അറിഞ്ഞോളൂ, എൻ്റെ വാപ്പാക്കും എനിക്കും ഓരോരോ ഷർട്ട് പീസ് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഷർട്ട് പീസ് ഞാൻ എൻ്റെ വാപ്പാക്ക് കൊടുത്തു. എൻ്റെ വാപ്പാക്ക് വലിയൊരു കുപ്പായം വേണം, അതുകൊണ്ട് എൻ്റെ വാപ്പാക്ക് കൊടുത്തിട്ട് അതുകൊണ്ട് വാപ്പ നെയ്തതാണ് ഈ കുപ്പായം എന്നല്ലാതെ എൻ്റെ വാപ്പ ഏറെ ഒരു പീസ് എടുത്തതല്ല. അപ്പൊ സ്വഹാബി പറഞ്ഞു, എന്നാ പറഞ്ഞോടി ഉമറേ. അങ്ങനെയാണ് ഖുത്ബ നിർവഹിച്ചത് ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഇത് സ്വഹാബത്തിന്റെ രീതി. അവർക്കൊരു വിഷമം അങ്ങോട്ട് ഉമർ തങ്ങൾ പറഞ്ഞു, അവനെ പിടിച്ച് ജയിലിലാക്കും, ആളെ പിടിച്ച് പൊക്കിന്ന് പറഞ്ഞോ? ഉമർ തങ്ങൾ സൂചന കൊടുത്ത സ്വഹാബത്ത് ചെയ്യൂലേ? അതൊന്നും അവിടെ ഇല്ല. നിരൂപണമാണോ? അതിന് നിജസ്ഥിതി ബോധ്യപ്പെടുത്തണം. അതായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ലൗ റഅയ്തും ഫീ ഇഅ്വിജാജ, ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നിങ്ങൾ കണ്ടാൽ നിങ്ങൾ എന്തു ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ ഒരാൾ എഴുന്നേറ്റെന്ന് പറഞ്ഞു, ലൗ റഅയ്നാ ഫീക ഇഅ്വിജാജൻ ലഖവംനാഹു ബിസുയൂഫിനാ. ഉമറേ, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ ഈ വാളുകൊണ്ട് ഞങ്ങൾ ശരിയാക്കുമെന്ന് പറഞ്ഞു. ഈ വാളുകൊണ്ട് ഞങ്ങൾ ശരിയാക്കുന്നു. അതിൻ്റെ ഒരർത്ഥം ഉമർ തങ്ങൾക്കെതിരെ ഒരു വാളോങ്ങുമെന്നല്ല കേട്ടോ. ഒരു ഖലീഫയ്ക്കെതിരെ, ഒരു നേതാവിനെതിരെ, ഭരണാധികാരിക്കെതിരെ യുദ്ധം ചെയ്യാൻ പാടില്ല എന്നാണ് അഹ്ലുസുന്നയുടെ വിശ്വാസവും അഹ്ലുസുന്നയുടെ മസ്അലയും. അങ്ങനെയാണ്. അവരിൽ നിന്ന് ഇല്ല ഇദാ റഅയ്തും മിൻഹു കുഫ്റൻ ബവാഹൻ, അല്ലാതെ ഒരു തെറ്റ് ചെയ്തു എന്ന് വിചാരിച്ചിട്ടൊന്നും ഒരു ഭരണാധികാരിയെ കുറ്റം പറയെ ആക്ഷേപിക്കുകയോ ചെയ്യാൻ പാടില്ല എന്നാണ്. ഏതായിരുന്നാലും ഉമർ തങ്ങളോട് പറഞ്ഞ വാക്കതാണ്, ഉമറേ, നിങ്ങൾ ഇന്ന് വല്ല വളവും ഞങ്ങൾ കണ്ടാൽ ഈ വാളുകൊണ്ട് ഞങ്ങൾ ശരിയാക്കും. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കെന്താണെന്നറിയോ? അൽഹംദുലില്ലാഹ്, പടച്ചവനെ, എൻ്റെ ഉമ്മത്തിൽ ഞാനൊരു തെറ്റ് ചെയ്താൽ വാളുകൊണ്ട് എന്നെ ശരിയാക്കി തരാൻ പറ്റുന്ന ആളുകൾ എൻ്റെ ഉമ്മത്തിൽ നീ വെച്ചല്ലോ റബ്ബേ. അല്ലാഹുവേ നിനക്ക് സ്തുതി, അല്ലാഹുവേ നിനക്ക് സ്തുതി. ഇന്ന് അങ്ങനെ ഒരു വാക്കൊരു നേതാവിനോട്, ഒരു ഭരണാധികാരിയോട് നാട്ടുകാരോ ആളുകളോ പറഞ്ഞാൽ ആ നേതാവിൻ്റെ പ്രതികരണം എന്തായിരിക്കും? നിരൂപണങ്ങളെ ഹൃദയവിശാലതയോടുകൂടെ സ്വീകരിക്കാൻ കഴിയുന്നവരാണ് വിശ്വാസികൾ. അത് നമുക്ക് നമ്മുടെ നാളത്തേക്കുള്ള യാത്രയെ സുഗമമാക്കാനുള്ള വഴിയാണ്. അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് നാളെ രക്ഷപ്പെടാനുള്ള വഴിയാണ്. ആ വഴിയെ തടസ്സപ്പെടുത്തുകയല്ല നമ്മൾ ചെയ്യുന്നത്, ആ വഴിയെ നമ്മൾ സജീവമാക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തെറ്റുകളെ തിരുത്തി അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് സജ്ജനങ്ങളായി അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് എത്താൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, ബിലാൽ എന്നവർ അടിമയായിരിക്കുന്ന സമയത്താണ് മരുഭൂമിയിൽ മഹാനവറുകളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയത്. ചുട്ടുപൊള്ളുന്ന കല്ലുകളിൽ
മക്കത്താണ്. മക്കയിൽ സോഫ്റ്റ് മണലൊന്നുമില്ല, മക്ക പാറക്കല്ലാണ്. അറിയില്ലേ? മക്കയിൽ പോയവരൊക്കെ ഇല്ലേ, മക്ക മണലല്ല. UAE പോലെ അബുദാബി ദുബൈ പോലെയല്ല, ഉറച്ച കല്ലുകളാണ്. അവിടെ വെച്ച് പിടിച്ചു വലിച്ചു മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ. ബിലാൽ തങ്ങൾ പറഞ്ഞ വാക്കെന്താണ്? അഹദ് അഹദ് അഹദ്, എൻ്റെ പടച്ചവൻ ഒന്നാണ് ഒന്നാണ് ഒന്നാണ്. ബിലാൽ എന്നവർ പറയാണ്, ഞാൻ അഹദ് എന്ന് പറഞ്ഞു, അതിലേറെ ഒരു വാക്ക് പറഞ്ഞാൽ ഇവർക്ക് അമർഷം കൂടുമായിരുന്നെങ്കിൽ ഞാനത് പറയുമായിരുന്നു. പക്ഷെ എനിക്ക് അതിലപ്പുറം ഒരു വാക്ക് പറയാൻ കിട്ടിയില്ല. കാരണം ബഹുദൈവത്വം കൊണ്ട് നടക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ ഏകത്വം പറയാൻ അഹദ് എന്ന വാക്കിനപ്പുറം മറ്റൊരു വാക്കില്ല. അതുകൊണ്ട് ഞാനത് ചെയ്തു എന്ന് മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. ബിലാൽ എന്നവർക്ക് പറയാമായിരുന്നു, ഞാൻ ഇപ്പോൾ അടിമല്ലേ, ഈ അബൂജഹൽ ഉത്ബത്ത് ഷൈബത്തിനോടൊക്കെ ഞാൻ എന്ത് പറയാൻ, നിന്നുകൊടുക്കല്ലേ ചെയ്യാൻ പറ്റുള്ളൂ എന്നല്ല ബിലാൽ എന്നവർ പറയേണ്ട. നമ്മളെപ്പോഴും ബിലാൽ എന്നവരുടെ ചരിത്രം പറയുമ്പോൾ അവരുടെ സഹതാപം തോന്നുന്ന ആ ഒരു അനുഭവം മാത്രമേ നമ്മൾ മനസ്സിലാക്കാറുള്ളൂ. അവിടെ മറ്റൊരു പാഠം കൂടെ പഠിക്കാനുണ്ട്. ബിലാൽ എന്നവർ ഞാനൊരു അടിമയല്ലേ, ഞാൻ എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞ് മാറി നിൽക്കാമായിരുന്നു. പക്ഷെ മാറി നിന്നിട്ടില്ല, അവരവരെ കൊണ്ട് കഴിയുന്നത് ചെയ്തു. മഹാനവറുകളെ ഇങ്ങനെ വലിച്ചിഴക്കുമ്പോൾ ആ വഴിയിലൂടെ കടന്നു പോവുകയാണ് വറഖത്ത് ഇബ്നു നൗഫൽ, ഖദീജ ബീവിന്റെ കസിൻ വറഖത്ത് ഇബ്നു നൗഫൽ. അവരാണ് നബി തങ്ങൾക്ക് വഹി വന്നപ്പോൾ ജിബ്രീൽ തങ്ങളാണ് വന്നത്, നിങ്ങൾ അന്ത്യപ്രവാചകരാണ് എന്ന് നബി തങ്ങൾക്ക് ആദ്യമായി ആ വിവരണം കൊടുത്ത ആൾ വറഖത്ത് ഇബ്നു നൗഫലാണ്. അദ്ദേഹം മുസ്ലിമാണെന്നാണ് പ്രബലമായ പക്ഷം. വറഖത്ത് ഇബ്നു നൗഫൽ ആ വഴിയിലൂടെ പോകും. അദ്ദേഹം പറഞ്ഞു, നഅം യാ ബിലാൽ, അഹദ് അഹദ്, ബിലാലേ, അല്ലാഹു ഒരുവനാണ്. വല്ലാഹി ലഇൻ ഖതൽതുമൂഹു ലഅത്തഖിദന്ന ഖബറഹു ഹനാനാ. നിങ്ങളെങ്ങാനും ഈ ബിലാലിനെ കൊല്ലുകയാണെങ്കിൽ ആ ബിലാൽ ഇബ്നു റബാഹിന്റെ ഖബറിടം ഞാൻ എൻ്റെ മനസ്സിന് ആശ്വാസം കിട്ടുന്ന ഒരിടമായി കണ്ടെത്തും, ഞാൻ അവിടെ വന്നിരിക്കും എന്ന് കണ്ണു കാണാത്ത വറഖത്ത് ഇബ്നു നൗഫൽ എന്നവർ പറഞ്ഞിട്ടുണ്ട്. എന്തിനെന്നറിയോ? ഒരടിമയായ ബിലാൽ എന്നവർ സധൈര്യം നന്മയ്ക്ക് വേണ്ടി പടപൊരുതിയപ്പോൾ. അതുകൊണ്ട് വല്ലാഹി ലതഅ്മുറുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ നന്മ കൊണ്ട് കൽപ്പിക്കണമേ, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. വലതൻഹവുന്ന അനിൽ മുൻകർ, തിന്മകൾ ചെയ്യരുത് എന്ന് നിങ്ങൾ പറയണമേ. ഔലയുസല്ലിതന്നല്ലാഹു അലൈക്കും ശിറാറക്കും, ഇല്ലെങ്കിൽ നിങ്ങളുടെ അധികാരം നിങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവരുടെ കൈകളിൽ അല്ലാഹു കൊടുക്കും. ഫയദഉ ഖിയാറുക്കും ഫലാ യുസ്തജാബു ലക്കും, നിങ്ങളിൽ നല്ലവർ ദുആയിരക്കും അല്ലാഹു ഉത്തരം തരൂല കേട്ടോ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു അതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ ആത്മവിചിന്തനം ചെയ്യാനും ആത്മവിമർശനം ചെയ്യാനും നമുക്ക് നിരൂപണങ്ങൾ നമ്മളിലേക്ക് എത്തുമ്പോൾ അതിനെ സഹൃദയം സ്വീകരിക്കാനും തെറ്റുകൾ തിരുത്താനും അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്ത് തൗബ ചെയ്ത് മടങ്ങി നല്ലവരായ റബ്ബിൻ്റെ മുമ്പിലേക്ക് എത്താനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളൊന്ന് ദുആ ചെയ്യാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. കാരുണ്യവാനായ റഹ്മർ റഹീമായ ഞങ്ങളുടെ യജമാനനും ഉടമസ്ഥനുമായ അല്ലാഹുവേ, അല്ലാഹു നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണമേ തമ്പുരാനെ, ഞങ്ങളോട് ക്ഷമിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, നീ ഞങ്ങളുടെ ഹൃദയവും ശരീരവും ശുദ്ധിയാക്കി തരണേ റബ്ബേ. ഹൃദയത്തിൻ്റെ മാലിന്യങ്ങളും ദുഷിച്ച സ്വഭാവങ്ങളും നീ എടുത്തു കളയണേ റബ്ബേ. ശരീരത്തിലെ അസുഖങ്ങളും മറ്റു അണുക്കളെയും നീ ശുദ്ധിയാക്കി തരണേ പടച്ചവനെ. ശരീരത്തിൻ്റെ ആഫിയത്തും ഞങ്ങളുടെ ആത്മാവിന്, ഞങ്ങളുടെ റൂഹിന്, ഞങ്ങളുടെ ഖൽബിന് ആഫിയത്തും നീ നൽകണമേ അല്ലാഹ്. തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയത് എല്ലാം ഞങ്ങൾക്ക് നിരുപാധികം മാപ്പ് നൽകണേ റബ്ബേ. ഞങ്ങൾക്ക് പുറത്തു തരണമേ തമ്പുരാനെ, ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ റബ്ബേ. അല്ലാഹു നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ തമ്പുരാനെ. അല്ലാഹു നീ മാപ്പ് നൽകണേ റബ്ബേ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഉസ്താദുമാർ, ഗുരുനാഥന്മാർ, ഭാര്യ, സന്തതികൾ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, അല്ലാഹു ഞങ്ങളുടെ ഇഷ്ടജനങ്ങൾ സമ്പത്ത് കൊണ്ട് സഹായിക്കണേ പടച്ചവനെ. ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കരുതേ റബ്ബേ. റഹ്മർ റഹീമായ റബ്ബേ, മാരകമായ അസുഖങ്ങൾ നീ ആരെയും തന്ന് പരീക്ഷിക്കരുതേ റഹ്മാനെ. കാഴ്ചയും കേൾവിയും സംസാരശേഷിയും ബുദ്ധിയും ഇരിക്കാനും നടക്കാനും കിടക്കാനും നിനക്ക് സുജൂദ് ചെയ്യാനും ഇബാദത്ത് ചെയ്യാനുമുള്ള ആരോഗ്യം മരണം വരെ റബ്ബേ നിലനിർത്തി തരണമേ റഹ്മാനെ. അല്ലാഹു, പ്രായമായ ഉപ്പമാരുള്ളവരുണ്ട് റബ്ബേ, കിടപ്പറയിൽ രോഗികളായി കിടക്കുകയാണ്. അവരൊക്കെ സഹായിക്കുന്ന ശുശ്രൂഷിക്കുന്ന മക്കളും പേരക്കുട്ടികളും അല്ലാത്തവരൊക്കെ ഉണ്ടാവും. അല്ലാഹുവർക്കൊക്കെ നീ ഖൈറായ പ്രതിഫലം കൊടുക്കണേ റബ്ബേ. ആഫിയത്ത് കൊടുക്കണേ പടച്ചവനെ. രോഗികൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നവർ, വണ്ടി ഓടിക്കുന്നവർ, രോഗികളെ താങ്ങിയെടുക്കുന്നവർ, ആംബുലൻസ് ഓടിക്കുന്നവർ, റഹ്മർ റഹീമേ, രോഗികളെ സഹായിക്കുന്നവർക്ക് വേണ്ടി മരുന്ന് വാങ്ങിക്കാൻ സഹായം കൊടുക്കുന്നവർ, റഹ്മർ റഹീമേ, പാവപ്പെട്ടവർക്ക് വേണ്ടി കൈനീട്ടി സഹായിക്കുന്നവർ, അവരെ സംരക്ഷിക്കുന്നവർ, റഹ്മർ റഹീമേ,
നമ്മുടെ നാടിൻ്റെ എല്ലാ വിഷയങ്ങളിലും ഇവിടെ പാവപ്പെട്ട കുട്ടികളെ കല്യാണം വരുമ്പോൾ ആ വിഷയത്തിലും വീടുണ്ടാക്കി കൊടുക്കാനും ഇങ്ങനെ പല ചാരിറ്റി പ്രവർത്തനങ്ങളും നടക്കുന്നൊരു നാടാണ്. അള്ളാഹു ഇതൊക്കെ നീ സ്വീകരിക്കണമേ റഹ്മാനെ. ഇവിടുത്തെ കച്ചവടങ്ങളിൽ നീ ബറക്കത്ത് ചെയ്യണേ റബ്ബേ. ഇവിടുത്തെ അങ്ങാടികളിൽ ബറക്കത്ത് ചെയ്യണേ പടച്ചവനെ. കൃഷിയിടങ്ങളിൽ ബറക്കത്ത് ചെയ്യണേ റബ്ബേ. വീടുകളിൽ ബറക്കത്ത് ചെയ്യണേ പടച്ചവനെ. വിദേശങ്ങളിൽ ഗൾഫ് നാടുകളിൽ കഴിയുന്ന ഈ നാട്ടുകാരായ പ്രവാസികൾക്കും അല്ലാത്തവരായ പ്രവാസികൾക്കൊക്കെ അള്ളാഹു നീ ഖൈറു ചെയ്യണമേ തമ്പുരാനെ. അള്ളാഹു ഞങ്ങളുടെ മക്കളിൽ, ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ മക്കളിൽ പരീക്ഷയ്ക്ക് ഇരിക്കുന്നവരുണ്ട്. അള്ളാഹുവെ മെഡിക്കൽ സയൻസ് പരീക്ഷയ്ക്ക് ഇരിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളുണ്ട്. റഹ്മാൻ റഹീമേ, അവർക്കൊക്കെ നീ ഉന്നത വിജയം കൊടുക്കണേ റബ്ബേ. നല്ല മക്കളാക്കണേ പടച്ചവനെ. ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും പ്രൊഫഷണൽസും ഒക്കെ ഈ ദീനിന് ഉമ്മത്തിന് വേണമല്ലോ. അവരൊക്കെ സ്വാലിഹീങ്ങളും ആബിദീങ്ങളും അള്ളാഹുവെ നിന്നെ ഭയപ്പെടുന്ന മുത്തഖീങ്ങളുമാക്കി തരണേ പടച്ചവനെ. ഞങ്ങളുടെ മക്കളിൽ പഠിക്കുന്നവർക്ക് നീ അറിവും ഇൽമും തൗഫീഖും ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും നല്ല വിജയവും നല്ല മാർക്കൊക്കെ കൊടുക്കണേ റബ്ബേ. അവർ നല്ലവരായി നീ വളർത്തണേ പടച്ചവനെ. ഞങ്ങളുടെ സ്കൂളുകളിലും കോളേജുകളിലും ക്യാമ്പസുകളിലും അള്ളാഹുവെ ഡ്രഗ് അഡിക്ഷനും അതുപോലെയുള്ള വ്യഭിചാരവും തിന്മകളൊന്നും അതിലേക്കൊന്നും ചെന്ന് ചാടാതെ ഞങ്ങളുടെ മക്കളെ നീ കാത്തുരക്ഷിക്കണമേ തമ്പുരാനെ. റഹ്മാൻ റഹീം, ഞങ്ങളുടെ പെൺകുട്ടികളെ നീ നന്നാക്കി തരണേ റബ്ബേ. ആൺകുട്ടികളെ നന്നാക്കി തരണേ പടച്ചവനെ. യുവജനങ്ങളെ നന്നാക്കി തരണേ പടച്ചവനെ. റഹ്മാൻ റഹീം, ഈ ഉമ്മത്തിനെ നീ ഏറ്റെടുക്കണമേ റബ്ബേ. അള്ളാഹു ഈ ഉമ്മത്തിന് ഇസ്സത്ത് നൽകണേ പടച്ചവനെ, അഭിമാനം നൽകണേ പടച്ചവനെ. അള്ളാഹു ഞങ്ങളൊക്കെ സാധുക്കളാണ് റബ്ബേ, പാപികളാണ്. ഞങ്ങളുടെ തെറ്റുകളെ തിരുത്താനും അള്ളാഹു നിന്നിലേക്ക് തൗബ ചെയ്യാനും ഞങ്ങൾക്ക് എപ്പോഴും തൗഫീക്ക് നൽകണേ പടച്ചവനെ. മരണമാസന്നമാകുമ്പോൾ കലിമ ചൊല്ലി മരിക്കാൻ ഭാഗ്യം നൽകണേ റബ്ബേ. ഞങ്ങളെ വേണ്ടപ്പെട്ട പ്രിയപ്പെട്ട ഒരുപാട് ആളുകളുടെ മരിച്ചു കിടക്കുകയാണ്. ഒരുപാട് പേര് മരിച്ചുപോയ അവരുടെയൊക്കെ ഖബറുകളെ നീ വിശാലമാക്കി സ്വർഗമാക്കി കൊടുക്കണേ അല്ലാഹ്. റഹ്മാൻ റഹീമേ, നാളെ സുഖലോക സ്വർഗത്തിൽ അള്ളാഹു ഞങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടി തരണമേ ചമ്പുരാന്. ഞങ്ങളുടെ വീടുകളിൽ സന്തോഷം നൽകണേ റബ്ബേ. വിവാഹപ്രായമെത്തിയവർക്ക് യോജിച്ച് ഇണകളെ നൽകണമേ ചമ്പുരാന്. അള്ളാഹുവെ മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് കൺകുളിർമയുള്ള മക്കളെ കൊടുക്കണേ റഹ്മാനെ. കച്ചവടങ്ങളിൽ നഷ്ടം വന്നവർക്ക് നീ ലാഭം കൊടുക്കണേ റബ്ബേ. ജോലി നഷ്ടപ്പെട്ടവർക്ക് ഖൈറായത് പകരം കൊടുക്കണേ തമ്പുരാനെ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണേ റബ്ബേ. റഹ്മാൻ റഹീമേ, കടങ്ങളൊക്കെ കുമിഞ്ഞുകൂടിയവരാണ് റബ്ബേ. ഞങ്ങളുടെ കടങ്ങൾ വിടാനുള്ള വഴി ഞങ്ങളറിയാത്ത വിധം നീ ഞങ്ങൾക്ക് എളുപ്പമാക്കി തരണമേ അല്ലാഹ്. اللهم إنا نعوذ بك من الهم والحزن ونعوذ بك من العجز والكسل ونعوذ بك من الجبن والبخل ونعوذ بك من غلبة الدين وقهر الرجال. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ഞങ്ങൾക്ക് എവിടെയാണോ അല്ലാഹുവേ മരണം ആസന്നമാകുന്നത്, അത് ഏത് നാട്ടിലാണെങ്കിലും എവിടെ വെച്ചാണെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്കൊക്കെ നൽകണേ തമ്പുരാനെ. നാളെ നിന്നെ കാണാനും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുമുട്ടാനും പെണ്ണുങ്ങൾക്ക് മുഴുവനും നേതാവായ ഫാത്തിമ ബീവി ഞങ്ങളുടെ സഹോദരിമാർക്ക് അവരുടെ കൂടെ ഇരിക്കാനും, ഹസൻ ഹുസൈനാർ തങ്ങൾ യുവാക്കളുടെ നേതാക്കന്മാരാണ്. അള്ളാഹു ഞങ്ങൾക്കൊക്കെ ഹസൻ ഹുസൈനാർ തങ്ങളുടെ കൂടെ ഇരിക്കാനും അംബിയായിനെ കാണാനും നാളെ റബ്ബേ നിൻ്റെ വജ്ഹ് കാണാനും ഒക്കെയുള്ള ഭാഗ്യം ഈ സദസ്സിലിരുന്നത് കൊണ്ട്, ഈ ദുആഇൻ്റെ ബറക്കത്ത് കൊണ്ട്, ഇവിടെ സ്വതക്ക ചെയ്തതിൻ്റെ ബറക്കത്ത് കൊണ്ട് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇതിൻ്റെ മുമ്പ് ഒരുപാട് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്ത് നിന്നിലേക്ക് ഇബാദത്ത് കൊണ്ട് എടുക്കാനുള്ള വഴി ഞങ്ങൾക്ക് എളുപ്പമാക്കി തരണേ പടച്ചവനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിജാഹി സയ്യിദിൽ കൗനൈൻ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. جزاكم الله خيرا. دعائك ഉൾപ്പെടുത്തണേ എന്ന് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.